ടോപ്പ് സിംഗർ സീസൺ 5 ഇനി ലിറ്റിൽ ഏഞ്ചലിന്റെ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ശ്രേഷ്ഠക്കുട്ടി ഓൺ സ്റ്റേജ്. തുള്ളി ഇങ്ങനെ പൂമ്പാറ്റെ പോലെ. ഇത് ബാർബി അല്ലേ? മാച്ചിങ് മക്കളെ സുഖമാണോ? ഏത് പാട്ടാ പാടുന്നേ? എന്റെ ചിത്തേരി താമരത്തുമ്പി. എന്റെ ചിച്ചിന്റെ ചാമര ചുംബി. എന്റെ ചിച്ചിന്റെ ചാമര ചുംബി ആരാ മ്യൂസിക് ചെയ്തത്? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അഞ്ചോദേ കവിളിൽ ഞെക്കി കിട്ടോ? അപ്പുറത്തെ കവിളിൽ ഞെക്കി ഞാൻ പറയട്ടെ. എന്റെ പിന്നെ എഴുതിയതാരാന്നറിയോ? കൈതപ്പുറം. പാടിയത് യേശുദാസ്, വിജയ് യേശുദാസ്, അഖില ആനന്ദ്. ഇത് അഖിലയുടെ എനിക്ക് ബെസ്റ്റ് സോങ്ങില് ഒരു പാട്ടാണ് കേട്ടോ. അതൊരു പ്രത്യേകം എടുത്ത് പറയണം. അതെ. അപ്പൊ മക്കളെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടിക്കോട്ടോ. നന്നായിട്ട് പാടിക്കോ. എന്റെ ചിത്തിര താമര തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലെ കളിക്കൊഞ്ചലേ, എന്റെ ചിത്തിര താമര തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലെ കളിക്കൊഞ്ചലേ, നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, ഇരുന്നേകുവാൻ പിറന്നാൾ കിളി, എന്റെ ചിത്തിര താമര തുമ്പി. ചിത്തിര താമര തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലെ കളിക്കൊഞ്ചലേ, എന്റെ ചിത്തിര താമര തുമ്പി. എന്റെ ചിത്തിര താമര തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലെ കളിക്കൊഞ്ചലേ, നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, ഇരുന്നേകുവാൻ
മിടുക്കി. ശ്രേഷ്ഠ കുട്ടി, എന്തോ എന്താ സംഭവം? എനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് അത്ര ഇഷ്ടമായി. എനിക്ക് സൂപ്പർ ആയിട്ട് ആ അകാരമൊക്കെ പാടിയപ്പോണ്ടല്ലോ. അതെ അതെ. ഈ അത് അകാരം ഒന്ന് പാടിയപ്പോ ഞാൻ വിചാരിച്ചു വല്ല എറുമ്പ് കടിച്ചോ കൊച്ചിനെ. സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. കുറെ ഭാഗങ്ങള് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ ഇനി വേറൊരു വേടാണോ ഉണ്ടോ മീനുട്ടി? അമേസിംഗ്, അമേസിംഗ്, വണ്ടർഫുൾ, വണ്ടർഫുൾ, മാർവലസ്, മാർവലസ്, ഫ്രഞ്ചി. സൂപ്പർ. ഓ മുടിയൊക്കെ ശരിയാക്കണം ഞങ്ങൾ. അമേസിംഗ് മുടി റിമി ചേച്ചിയായിട്ട് മാച്ചിങ് ആണല്ലോ. മിടുക്കിയായിട്ട് പാടിട്ടോ, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. ആ ഉടുപ്പ് കാണാൻ എന്താ ഒരു ഭംഗി. ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ലിറിക്സ് എങ്ങനെ പഠിച്ചു കാണാതെ? 3 പേര് ചേർന്ന് പാടിയ പാട്ട് ഒറ്റയ്ക്ക് എങ്ങനെ പാടി? അതൊക്കെ പറ്റും. പറ്റുമല്ലേ? അതെങ്ങനെയാ ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരുമോ? അതൊന്നും ഞാൻ കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? കാരണം ഞങ്ങൾ എല്ലാരും അല്ല അങ്ങനെ ഒറ്റയ്ക്ക് പാടുന്നത്. അതെ. ആദ്യം കേൾക്കണം. ആദ്യം പാട്ട് കേട്ട് കേൾക്കണം. പിന്നെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു, പിന്നെ ഗ്രൂമേഴ്സ്. പിന്നെ ഗ്രൂമേഴ്സ്. അച്ഛനമ്മ പറയുന്ന കേക്കണം. അതാണ് മെയിൻ. പിന്നെ ഞാൻ ടെറസിന്റെ മോളിൽ പോയിട്ട് ഒറ്റയ്ക്ക് പഠിക്കാറുണ്ട്. എല്ലാരും മനസ്സിലായിക്കോണം. പാട്ട് പഠിക്കണമെങ്കിൽ എവിടെ പോണം? ടെറസിന്റെ മേളിൽ പോണം. പിന്നെ കഴിവ് കിട്ടുന്ന എവിടുന്നാന്ന് പറയോ? അതെ, ആ കഴിവ് എങ്ങനെ? എങ്ങനെയും മേടിക്കാൻ കിട്ടുമോ? അതെ, ആ ഹമ്മിങ് ഒക്കെ ഇങ്ങനെ എത്ര ഭംഗിയായിട്ട് പാടാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇങ്ങനെ പാടി പാടി പഠിച്ച് അങ്ങനെ കിട്ടിയതാണ്. ഓ അത് ശരി. എന്നാലും മിടുക്കിയാട്ടോ അല്ലേ? 3 പേര് ചേർന്ന് പാടി പാട്ട് 3 ആൾക്കാർ പഠിപ്പിച്ചു തന്നു. അതെ, എന്തായാലും മോളെ കാലക്കി. ഞാനും ഇത് തന്നെ പറയായിരുന്നു ചക്കരെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മുട്ടായി നിന്ന് പാടുമായിരുന്നു. മുട്ടായി അമ്പർല മുട്ടായി കേട്ടോ. ഞങ്ങളുടെ അമ്പർല മുട്ടായി ആണ് ഈ ഡ്രസ്സില്. പിന്നെ എന്താ തിരുത്താമ്പിര തുമ്പി സംഗതിയൊക്കെ പോണം. മതിച്ചാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എനിക്കിതിങ്ങനെ പറ്റണേ ഇല്ല. എന്താ ഇത്രയധികം സംഗതികൾ ഇടാൻ പറ്റില്ല. ഇനി തൊട്ട് ടെറസിന് മണ്ട് പോവാ, അപ്പൊ ശരിയാവും. ശരിയാവും അല്ലേ? ടെറസിന്റെ മോളിൽ പോയി വേറെ കുഴപ്പമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡില് മറ്റേ 3-4 ചെറുക്കന്മാര് ടെറസിന്റെ മോളിൽ കയറി ഒരു പെണ്ണിനെ സംശയത്തിനിടയാണ്. ഈ സംഗതി പാടുന്നതിന് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ? സംഗതി ഈ ലാസ്റ്റ് സംഗതി ഒക്കെ പാടുന്നതിന് എന്തെങ്കിലും അതെങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന? അതെങ്ങനെയാ? മധു അങ്കിളിന്റെ ഒരു കാര്യം ചോദിക്കണം. എന്താണ്? എന്താ അതെ, മധു അങ്കിള് എന്റെ അടുത്തുള്ള അമ്പലത്തിലൊരു പ്രോഗ്രാം നടക്കാൻ വരുന്നുണ്ടല്ലോ. അതെവിടെയാണ്? ഏതമ്പലം? തൊഴുങ്കോട് അമ്പലം. ആ തൊഴുവങ്കോട്. അത് നമ്മുടെ കുട്ടൻ ചേട്ടൻ എം ജെ ചന്ദ്രൻ. അതെ. അപ്പൊ മക്കളെ ഓക്കെ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. ബൈ. എന്റെ ചിത്തിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.